ഹലോ വെൽക്കം ടു പെപ്പ് ലേണിംഗ്. CUT PG എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം CUT PG പരീക്ഷ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. മാർച്ച് 11 മുതൽ പരീക്ഷ ആരംഭിക്കുന്നതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് നമ്മൾ NTA ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഘട്ടത്തിൽ അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അത് അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ എക്സാം സിറ്റി നിങ്ങൾക്ക് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ നൽകുന്നത്. അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷന് ശേഷം രണ്ടാമതായിട്ട് ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്നത്, അത് അഡ്മിറ്റ് കാർഡ് എന്നുള്ള സ്വഭാവത്തിലുള്ള നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുകയും അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ ഘട്ടത്തിലാണ് പരീക്ഷ നടക്കുക. അപ്പോൾ അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷനുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് CUTയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ്റെ ഡീറ്റെയിൽസ് കാണാം. അതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് എന്താണ് അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ ഓഫ് എക്സാമിനേഷൻ സിറ്റി അലോട്ടഡ് ദ അപ്ലിക്കേഷൻസ് ഓഫ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് PG. അതായത് 2024-25 അക്കാഡമിക് സെഷനിലേക്ക് നടക്കുന്ന CUT PGയുമായി ബന്ധപ്പെട്ടുള്ള അഡ്വാൻസ് സിറ്റിയാണ് അറിയിച്ചിട്ടുള്ളത്. അഡ്വാൻസ് ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഇൻഫോമിംഗ് ദ കാൻഡിഡേറ്റ്സ് ഓഫ് ദി അലോട്ട്മെൻറ്റ് ഓഫ് ദി എക്സാം സിറ്റി ഫോർ ടെസ്റ്റ് ഷെഡ്യൂൾഡ് ടു ബി ഹെൽഡ് ബിറ്റ്വീൻ 11th to 15th March ഹാസ് ബീൻ ഹോസ്റ്റഡ് ഓൺ PG CUT സമ്മർ. അതായത് 11 തീയതി മുതൽ 15 തീയതി മുതൽ 15 തീയതി വരെ നടക്കുന്ന എക്സാമിനേഷൻസിൻ്റെ എക്സാമിനേഷൻ നടക്കുന്ന ആളുകൾക്കുള്ള, അതിന് അപ്ലൈ ചെയ്ത ആളുകൾക്കുള്ള അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷനാണ് വന്നിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ടില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ എക്സാം 15 തീയതി ശേഷമുള്ള പരീക്ഷകളായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ദ കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു ചെക്ക് ഡൗൺലോഡ് ദ സെയിം യൂസിങ് ദർ ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് പാസ്വേഡ് ഫ്രം ദ വെബ്സൈറ്റ്. ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാൻഡിഡേറ്റ്സ് മേ പ്ലീസ് നോട്ട് ദാറ്റ് ദിസ് ഈസ് നോട്ട് ദ അഡ്മിറ്റ് കാർഡ് ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ. ഇത് എൻട്രൻസ് എക്സാമിനേഷനുള്ള അഡ്മിറ്റ് കാർഡ് അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് പോലെ തോന്നും, കാരണം നിങ്ങളുടെ ഫോട്ടോ സംഗതികളൊക്കെ ഉൾപ്പെട്ട സംഗതി ആയിരിക്കും അതിൽ വരുന്നുണ്ടാവുക. അതുകൊണ്ട് ഇത് അഡ്മിറ്റ് കാർഡല്ല. ഇതും കൊണ്ട് നിങ്ങൾ എക്സാമിനേഷന് പോയി കഴിഞ്ഞാൽ എക്സാമിനേഷൻ എഴുതാൻ കഴിയില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ കിട്ടിയാൽ പോലും ചില ചേഞ്ചസ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നതും നിങ്ങൾ ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലക്ക് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ വേറെ സ്ഥലത്ത് കിട്ടുകയും വേറെ സ്ഥലത്ത് എക്സാം സെൻറ്റർ കിട്ടുകയും ചെയ്യുന്ന സംഗതി ഉണ്ടായിരുന്നു. എന്നാലും മിക്കവാറും ഈ പറയുന്ന സ്വഭാവത്തിൽ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണ് അലോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറയുന്നത്. ഇത് നേരത്തെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള സംഗതികൾ ചെയ്യേണ്ടതായിട്ട് വരും, ട്രാവൽ പ്ലാനുകൾ ചെയ്യേണ്ടതായിട്ട് വരും, അക്കോമഡേഷൻ സംവിധാനങ്ങളൊക്കെ ഒരുക്കണമെങ്കിൽ അത് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അഡ്മിറ്റ് കാർഡ് ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ വിൽ ബി ഇഷ്യൂഡ് ഷോർട്ട്ലി, പിന്നീട് വരുന്നതായിരിക്കും എന്നുള്ളതാണ്. എന്തെങ്കിലും ഡിഫിക്കൽട്ടിയോ സംഗതിയോ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് നമ്പറിലോ NTAയുടെ മെയിൽ ID വെബ്സൈറ്റിലോ വഴിയോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ സംഗതികൾക്ക് കോൺടാക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. റെഗുലർലി NTAയുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പെപ്പ് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ 11 തീയതി മുതൽ 15 തീയതി വരെ നടക്കുന്ന എക്സാമിനേഷൻ്റെ അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സാമിനേഷന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊള്ളുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.